ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। मनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुधपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्दा राधा कान्दा नमोऽस्तुते तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नमा ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे मुखं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 13-ാമത്തെ അധ്യായം ശ്ലോകം 38 ആണ് നമ്മൾ ഇന്ന് വായിച്ചു തുടങ്ങുന്നത്, പഠിച്ചു തുടങ്ങുന്നത്. നോക്കാം. അതാ ജഗാമ ഭഗവാൻ നാരദ സഹ തുംബുരുഃ പ്രത്യുത്തായാഭിവാദ്യാഃ സാനുജോഭ്യർച്ചയന്മുനിം. ശ്ലോകം വായിച്ചോളൂ. 3 പേർക്ക്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അതാ ജഗാമ ഭഗവാൻ നാരദാ സഹ തുംബുരുഃ പ്രത്യുത്തായാഭിവാദ്യാഃ സാനുജോഭ്യർച്ചയൻ മുനിം. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु. ओम नमो भगवते वासुदेवाय. अथा जगाम भगवान् नारद सह तुम्बुरुः प्रत्युत्थायाभिवाद्याः सानुजोऽभ्यर्चयन् मुनिम्. हरे कृष्ण. ഹരേ കൃഷ്ണ. हरे कृष्ण. अथा जगाम भगवान् नारदा सह दुम्बुरुः प्रत्युत्थायाभिवाद्याः सानुजो अभ्यर्चय मुनि. हरे कृष्ण. ഹരേ കൃഷ്ണ. हरे कृष्ण प्रभु. अदा जगाम भगवान् नारदा सह तुम्बुरु प्रत्युत्थायाभिवाद्यः सानुजोऽभ्यर्चय मुनिम्. हरे कृष्ण. ഹരേ കൃഷ്ണ. हरे ഓക്കെ, कृष्ण. വായിച്ചോട്ടെ പ്രഭു. വായിക്കൂ. हरे कृष्ण. ओम नमो भगवते वासुदेवाय. अथ जगाम भगवान् नारदा सह तम्बुरुः प्रत्युत्थायाभिवाद्याः सानुजो अभ्यर्चय मुनिम्. हरे कृष्ण. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ആരാരെങ്കിലും? വായിക്കട്ടെ പ്രഭുജി.
വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭാതയ്ക്ക് ജയ്. സഞ്ജയൻ അപ്രകാരം സംസാരിച്ചു കൊണ്ടിരിക്കെ ഭഗവാന്റെ അചഞ്ചല ഭക്തശ്രേഷ്ഠനായ ശ്രീനാരദൻ തന്റെ സന്തത സഹചാരിയായ തമ്പുരുവുമായി അവിടെ പ്രത്യക്ഷപ്പെട്ടു. മഹാരാജാവ് യുധിഷ്ഠിരനും അദ്ദേഹത്തിന്റെ അനുജന്മാരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്നും എഴുന്നേറ്റ് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ യഥാവിധി സ്വീകരിച്ചു. ഭാവാർത്ഥം ഭഗവാന്റെ വിശ്വസ്ത ഭക്തനാകൽ ദേവർഷി നാരദനെ ഇവിടെ ഭഗവാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഭഗവാന്റെ പ്രേമയുത സേവനത്തിൽ യഥാർത്ഥമായി നിരതരായിരിക്കുന്നവർ ഭഗവാനെയും ഭഗവാന്റെ വിശ്വസ്ത സേവകരെയും തുല്യനിലയിൽ ഉപചരിക്കണം. ഭഗവാന്റെ അത്തരം വിശ്വസ്ത ഭക്തർ ഭഗവാന് അത്യന്തം പ്രിയപ്പെട്ടവരാകുന്നു. എന്തെന്നാൽ വ്യത്യസ്തമായ ഗ്രഹണശക്തിയിൽ ഭഗവത് മഹാത്മ്യങ്ങൾ പ്രചരിപ്പിക്കാനായി അവർ എവിടെയും സഞ്ചരിക്കുകയും അഭക്തരെ ഭക്തരാക്കി യഥാർത്ഥ സുബോധത്തിൽ വരുത്തുന്നതിന് കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഒരു ജീവജാലത്തിന് അവന്റെ സൃഷ്ടിപരമായ ഘടനയുടെ സ്ഥാനം അനുസരിച്ച് അഭക്തനാകാൻ കഴിയില്ല. എന്നാൽ ഒരുവൻ അഭക്തനോ നാസ്തികനോ ആയിക്കഴിഞ്ഞാൽ അവൻ ശരിയായ ജീവിത നിലവാരത്തിലല്ല കഴിയുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ വിഭ്രാന്തരായ ജീവജാലങ്ങളെ വിശ്വസ്തരായ ഭക്തർ ചികിത്സിക്കുന്നതിനാൽ അവർ ഭഗവത് സൃഷ്ടിയിൽ വളരെയധികം സംതൃപ്തി ഉളവാകുന്നവരാണ്. അവിശ്വാസികൾക്കും അഭക്തർക്കും പരിവർത്തനം വരുത്തുന്നതിനു വേണ്ടി ഭഗവത് കീർത്തികൾ ഉപദേശിക്കുന്നവരേക്കാൾ തനിക്ക് പ്രിയപ്പെട്ടവരായി മറ്റാരുമില്ലെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രസ്താവിച്ചിരിക്കുന്നു. നാരദരെ പോലെ അത്തരത്തിലുള്ള വിശ്വസ്ത ഭക്തർക്ക് പരമോന്നത ഭഗവാന് നൽകുന്ന അതേ ബഹുമാനാദരങ്ങൾ നൽകേണ്ടതാണ്. തന്റെ വീണയോടൊപ്പം ഭഗവത് കീർത്തികൾ പാടുക എന്നതൊഴിച്ചാൽ മറ്റു യാതൊരു തൊഴിലുമില്ലാത്ത നാരദരെ പോലുള്ള യഥാർത്ഥ ഭഗവത് ഭക്തരെ സ്വീകരിക്കുന്നതിൽ യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിന്റെ കുലീനരായ സഹോദരന്മാരും മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ഓക്കെ, യെസ്. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. ഭാവാർത്ഥം ശിലപ്രഭുപാദ് ഒരു പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നു. ഇവിടെ കാണാം സഞ്ജയൻ. എന്തായിരുന്നു സീൻ? എന്താണ്? ആരെങ്കിലും പറയൂ, എന്താണ് നടക്കുന്നത് ഇവിടെ? ധൃതരാഷ്ട്രം വിതുരരും ഗാന്ധാരിയും കൊട്ടാരം ഉപേക്ഷിച്ചു പോകുന്നു. ഓക്കെ. അപ്പോൾ യുധിഷ്ഠിരൻ അന്വേഷിച്ചു വരുമ്പോൾ അവരെ കാണുന്നില്ല. സ്വയം ദുഃഖിച്ചുകൊണ്ട് ഓക്കെ, സഞ്ജയൻ പറയുന്നതാണ് അല്ലേ? സഞ്ജയൻ അങ്ങനെ യുധിഷ്ഠിര മഹാരാജനോട് പറയുന്നു. എന്താ പറയുന്നത്? അദ്ദേഹം ഇതിനു മുമ്പ് ഉള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞത് എന്താണ്? വഞ്ചിക്കപ്പെട്ടു എന്ന്. ഗാന്ധാരിയുടെ നിശ്ചയത്തെ കുറിച്ച് ഞാൻ അജ്ഞനാണ്. അറിയില്ല, അദ്ദേഹം അറിയാതെ, അത് ആരോടും പറഞ്ഞിട്ടില്ല. അതാണ് സഞ്ജയൻ വിഷമം കൊണ്ട് പറയുന്നതാണ് വഞ്ചിച്ചു എന്ന്. വേറെ ഒന്നുമല്ല. കാര്യം സഞ്ജയൻ എല്ലാ സമയവും കൂടെ തന്നെ ഉണ്ടായിരുന്നു ധൃതരാഷ്ട്രരുടെ. സോ ധൃതരാഷ്ട്രർ അവർ പറയാതെ പോയി. അതുകൊണ്ട് സഞ്ജയന് വിഷമമായി. കാര്യം എപ്പോഴും രാത്രിയും പകലൊന്നുമില്ലാതെ കൂടെ ഉണ്ടായിരുന്നു സഞ്ജയൻ. എന്നാൽ ധൃതരാഷ്ട്രർ ചെയ്തത് ശരിയാണോ? ശരിയാണ്. കാര്യം വിതുരർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും ആലോചിക്കാൻ സമയമില്ല, ഓൾറെഡി ലേറ്റായി, നിങ്ങൾ എത്രയോ വർഷങ്ങൾ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് ഒന്നും നോക്കണ്ട, ആരോടും പറയണ്ട, അല്ലാതെ തന്നെ പൊക്കോളൂ. അങ്ങനെ പോകാൻ വേണ്ടി പറയുന്നു. അങ്ങനെയാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ അങ്ങനെ ആ ഒരു സീൻ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ സമയത്ത് സഞ്ജയൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, യുധിഷ്ഠിര മഹാരാജനോട് പറയുന്ന സമയത്ത് ശ്രീപാദ് നാരദമുനി അവിടെ വരുന്നു. നാരദമുനി ഇവിടെ എങ്ങനെയാണ് പറയുന്നത്? നാരദ സഹ തുമ്പുരു. നാരദ വരുമ്പോൾ നാരദൻ്റെ കയ്യിൽ തുമ്പുരു ഉണ്ട്, വീണയുണ്ട്. ഇവിടെ ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. അതാ ജഗാമ ഭഗവാൻ. ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യുന്ന ആരെയാണ്? നാരദനെയാണ്. ഇപ്പോൾ ഭഗവാൻ എന്ന് പറയുന്ന വാക്ക്, എന്ന് പറയുന്ന വേർഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. 6 ഷഡൈശ്വര്യങ്ങളുള്ളവരെയാണ് ഭഗവാൻ, 100% ഉള്ളവരെയാണ് ഭഗവാൻ. അതാണ് ഭഗവാന്റെ ഡെഫിനേഷൻ അല്ലേ? പരാശര മുനിയുടെ ഡെഫിനേഷൻ പ്രകാരം ഐശ്വര്യസ്യ സമഗ്രസ്യ വീരസ്യ യശസാശ്രിയ
ആ ശ്ലോകം. അപ്പോൾ ഭഗവാനെ അഭിസംബോധന ചെയ്യും, അല്ലെങ്കിൽ കൃഷ്ണനെ, നാരായണനെ, അവരെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഭഗവാൻ എന്ന് പറയും. ശ്രീ ഭഗവാനു വാച, ഭഗവത്ഗീതയിൽ അങ്ങനെയാണ്. ചില സമയങ്ങളിൽ ഭഗവാന്റെ ശുദ്ധഭക്തരെയും അങ്ങനെ വിളിക്കും. കാര്യം ശുദ്ധഭക്തർക്കും ഭഗവാന്റേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. അവർ ഒട്ടും താഴെയല്ല. കാര്യം ഭഗവാനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതായത് ഭഗവാൻ എല്ലാവരേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭക്തരെയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ ഭക്തരെയും ഇങ്ങനെ അഭിസംബോധന ചെയ്യും. ഇവിടെ മാത്രമല്ല, ചില സമയങ്ങളിൽ വ്യാസദേവനെ അഭിസംബോധന ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഭഗവാൻ ശിവനെയും ഇടയ്ക്ക് അഭിസംബോധന ചെയ്യും ഭഗവാൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കുവാണെങ്കിൽ ഭഗവാൻ കൃഷ്ണനോ അല്ലെങ്കിൽ വിഷ്ണുവിനെ വിളിക്കേണ്ടതാണ്. എന്നാൽ ഭഗവാന്റെ ശുദ്ധഭക്തരെയും വൈഷ്ണവാനാം യഥാ ശംഭു അല്ലെങ്കിൽ ശ്രീപാദ് നാരദമുനി അവരെയും അങ്ങനെ ഇടയ്ക്ക് അഭിസംബോധന ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് കാര്യം. അത് കാണിക്കുന്നത് എന്താണ്? അവരുടെ ലെവൽ ഏതാണെന്നുള്ളത്. പ്രത്യേകിച്ചും അങ്ങനെ എല്ലാ ഭക്തരെയും ചെയ്യുന്നില്ല, വളരെ സ്പെസിഫിക് ആയിട്ട്. ഇവിടെ നാരദമുനി അത്രമാത്രം ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നാരദമുനി അവിടെ വരുന്നു. നാരദമുനിയുടെ കയ്യിൽ തുമ്പുരുവുണ്ട്. നാരദമുനി തുമ്പുരു ഉപയോഗിച്ച് പാട്ട് പാടുന്നു, ഭഗവാൻ കൃഷ്ണനെയും രാധാറാണിയെയും സ്തുതിക്കുന്നു. നമ്മൾ കാണുന്ന നാരദമുനി നാരായണ നാരായണ എന്ന് പറയുന്നു, അതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ആചാര്യന്മാർ പറയുന്നു, നാരദമുനി ഭജായ വീണ രാധികാരമണ നാമേ. രാധാറാണിയുടെയും കൃഷ്ണൻ്റെയും നാമമാണ് ആര് ചൊല്ലുന്നത്, ആര് പാടുന്നത്? നാരദമുനി, ഭഗവാൻ കൃഷ്ണൻ്റെയും രാധയുടെയും. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് പോകുമ്പോൾ ഭഗവാൻ നാരായണൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം നാരായണ നാരായണ എന്ന് പറയുന്നുണ്ടാവും. എന്നാൽ കൃഷ്ണൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം കൃഷ്ണനെയും രാധാറാണിയെയും സ്തുതിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ തുമ്പുരു ഉണ്ട്. ഈ തുമ്പുരു ഉപയോഗിച്ച് അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുന്നു, കീർത്തനം പാടുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇതുപോലുള്ള വാദ്യ ഉപകരണങ്ങളാവട്ടെ, ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ആക്ച്വലി ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാതെ അത് നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്കുള്ളതല്ല, ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, നമ്മുടെ ജഡ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ജഡ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. എന്താണെങ്കിലും മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദൈവികമായിട്ട്, മ്യൂസിക് ആവട്ടെ, ഡാൻസ് ആവട്ടെ, ഇതെല്ലാം, അതായത് ക്ലാസിക്കൽ മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസും ഒക്കെ തീർച്ചയായിട്ടും ഡിവൈനായിട്ടുള്ള കാര്യമാണ്, ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ തന്നിട്ടുള്ളത് ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഭഗവാനെ, ഇപ്പോൾ ഡാൻസ് ആവുമ്പോൾ ഭഗവാന്റെ ലീലകളൊക്കെ പ്രസൻറ്റ് ചെയ്യാനും, ആ ആരാണോ ചെയ്യുന്നത് ഡാൻസ്, അവരെ എക്സ്പ്രസ് ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ആ ഡിവോഷണൽ ഭാവങ്ങളാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ പല ലീലകളും എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു സർവീസാണ്. തീർച്ചയായിട്ടും അതൊരു ഭക്തിയുത സേവനത്തിൻ്റെ ഭാഗം തന്നെയാണ്. ക്ലാസിക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ, സിനിമ പാട്ടിൽ ഡാൻസ് കളിക്കുന്നതല്ല പറയുന്നത്. അതേപോലെ ഗാനം പാടുന്നത് അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കീർത്തനത്തിൽ ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടി, ഭഗവാന്റെ നാമം ജപിക്കുന്നു. ഭഗവാന്റെ നാമമാവാം, കീർത്തനങ്ങളാവാം, നല്ല മനോഹരമായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്ന ഗാനങ്ങളാവാം, അതെല്ലാം. ഇവിടെ നാരദമുനി അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു തുമ്പുരുണ്ട്, വീണയുണ്ട്. അദ്ദേഹം അത് ഉപയോഗിച്ച് ഭഗവാന്റെ നാമവും കീർത്തനമാണ് ചൊല്ലുന്നത്. അങ്ങനെ അദ്ദേഹം വന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളെല്ലാവരും ചേർന്ന് നാരദമുനിയെ സ്വീകരിച്ചു. അദ്ദേഹത്തിനെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തു. എല്ലാവരും കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മുമ്പിൽ നമസ്കരിച്ചു. അപ്പോൾ നാരദമുനി സാധാരണ ഒരു വ്യക്തിയല്ല, അതുകൊണ്ടാണ്. അദ്ദേഹം ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട ഭക്തനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതേപോലെ നാരദമുനി പല രംഗങ്ങളിലും അദ്ദേഹം പെട്ടെന്ന് കടന്നു വരുന്നത് കാണാം.
അദ്ദേഹം കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഭഗവാൻ കൃഷ്ണനെ കാണാൻ ദ്വാരകയിലേക്ക് നാരദമുനി പോയപ്പോഴും കൃഷ്ണൻ എന്താണ് ചെയ്യുന്നത്? ഉടനെ തന്നെ ചാടി എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. നാരദമുനി വന്നപ്പോൾ എഴുന്നേറ്റ് അവിടെ നമസ്കരിക്കും നാരദമുനിയുടെ മുമ്പിൽ. ആര്? പരമദിവ്യാത്മ പുരുഷൻ കൃഷ്ണൻ നമസ്കരിക്കുന്നു നാരദൻ്റെ മുമ്പിൽ. എന്നിട്ട് അദ്ദേഹത്തിന് സ്വീകരിച്ചിരുത്തി വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു, സേവനങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ഗസ്റ്റ് വരുമ്പോൾ സ്വീകരിക്കുന്നത് ഭക്തരാവുമ്പോൾ മാത്രമല്ല, ഈവൻ ആര് വന്നാലും നമ്മൾ നല്ല രീതിയിൽ സ്വീകരിക്കുമെന്നാണ് വേദങ്ങൾ പറയുന്നത്. അല്ല, അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ടീസ് തരാതെ വരുന്നവരെയാണ് അതിഥി എന്ന് പറയുക. പെട്ടെന്ന് സർപ്രൈസായിട്ട് വരുമ്പോൾ അവരെയും നമ്മൾ നല്ല രീതിയിൽ സ്വീകരിക്കണം. വേണ്ട രീതിയിൽ അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടം കൊടുക്കണം, കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കണം, എന്തെങ്കിലും നല്ല രീതിയിൽ, അല്ലെങ്കിൽ 2 വാക്കുകളെങ്കിലും നല്ലത് പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ശുദ്ധഭക്തരെ, നാരദമുനിയെ പോലെ ശുദ്ധഭക്തർ വരുമ്പോൾ എങ്ങനെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത് ഇവിടെ ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു. നാരദമുനി ഭഗവാന്റെ വളരെയധികം പ്രിയപ്പെട്ട ഒരു ഭക്തനാണ്. അതുകൊണ്ട് നാരദമുനിയെ പോലുള്ള ശുദ്ധഭക്തർ വരുമ്പോൾ ഭഗവാനെ നമ്മളെങ്ങനെ സ്വീകരിക്കും? ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പോകുന്നത്? അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ കാണുന്നത്, അതേപോലെ തന്നെ കാണണം ആരെ? ഭഗവാന്റെ ശുദ്ധഭക്തരെ. കാര്യം ഭഗവാൻ ഇഷ്ടപ്പെടുന്നു, അത് മാത്രമാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തെ സ്തുതിക്കുന്നേക്കാൾ, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ ആരാധിക്കുന്നേക്കാൾ കൂടുതൽ ഭഗവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭക്തരെ ആരാധിക്കുന്നതും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതാണ് ഇവിടെ ശ്രീല പ്രഭുപാദ്ജി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാര്യം എന്തുകൊണ്ട് ഇവരെ പ്രിയപ്പെട്ട ഭക്തരായി മാറിയിട്ടുണ്ട് ഭഗവാന്റെ? കാര്യം അവർക്ക്, ഇവിടെ ശ്രീല പ്രഭുപാദ് പറയുന്നു, ഇങ്ങനെയുള്ള ഭക്തർ, നാരദമുനി പോലുള്ള ഭക്തർക്ക് അവരുടെ ആകെയുള്ളൊരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കുക, ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ ഭക്തിമാർഗത്തിൽ കൊണ്ടുവരിക. ഇതാണ് അവരുടെ ആകെ ഒരേ ഒരു തൊഴിൽ, വേറെ ഒന്നുമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ ഭഗവാന് ഇഷ്ടമാണെന്നുള്ളത് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് 18ാമത്തെ അധ്യായത്തിൽ, അല്ലേ? ന ച തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയകൃത്തമഃ ഭവിതാ ന ച മേ തസ്മാത് അന്യപ്രിയതരോ ഭുവി. ഭഗവാൻ പറയുന്നു, ആരാണോ ഈ ഒരു കാര്യം, അതായത് അവസാനം കൺക്ലൂഷൻ സമയത്ത് പറയുന്നതാണ് നമ്മുടെ ഈ സംവാദം, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഭഗവത്ഗീത ആരാണോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അങ്ങനെയുള്ളവരെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. കശ്ചിൻ മേ പ്രിയകൃത്തമഃ, എൻ്റെ വളരെ മോസ്റ്റ് ഡിയർ എന്നാണ് പറയുന്നത്. അത്രയും പ്രിയപ്പെട്ട വ്യക്തികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നാരദമുനിയും വൈഷ്ണവാനം യഥാ ശംഭുവും മഹാദേവനും ഒക്കെ അങ്ങനെ തന്നെ. മഹാദേവനൊക്കെ എപ്പോഴും ഭാഗവതം ക്ലാസ് എടുക്കലാണ് അദ്ദേഹം ചെയ്യുന്നത്. കൈലാസത്തിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഭാഗവതം അദ്ദേഹത്തിൻ്റെ ധ്യാനവും ജപവും ഉണ്ട്. അതല്ലാത്ത സമയത്ത് ഭാഗവതമാണ് അവിടെ നടക്കുന്നത്. കേട്ടിട്ടുണ്ടാവും ചിത്രകേതു മഹാരാജിൻ്റെ കഥയിൽ, അദ്ദേഹം അതിലൂടെ പോകുമ്പോൾ ആണ് ശാപം കിട്ടുന്നത്, അല്ലേ? പാർവതി ദേവിയിൽ നിന്ന്. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ആക്ച്വലി നടക്കുന്നുണ്ടായിരുന്ന ഭാഗവതമായിരുന്നു. ഭാഗവതം പറയുവാണ്, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാദേവൻ. ആ സമയത്താണ് ചിത്രകേതു മഹാരാജ് അവിടെ വന്ന് തമാശ പറഞ്ഞിരുന്നതും. ഇങ്ങനെ ഒരു ഭാഗവതം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഭാര്യയെ മടിയിൽ വെച്ചിട്ടാണോ അങ്ങ് ചെയ്യുന്നത് എന്നുള്ളൊരു ചെറിയൊരു കമൻറ്റ് കൂട്ടുകാരനോട് പറയുന്ന പോലെ പറഞ്ഞതാണ്. കൂട്ടുകാരനാണ് ശരിക്കും. അവർ ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അവർ വളരെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനെ പോലെയാണ്. കാര്യം ചിത്രകേതു മഹാരാജൻ്റെ സ്ഥാനം വലിയ സ്ഥാനമാണ്. അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ച് പോകുന്ന വഴിക്കാണിത് സംഭവിക്കുന്നത്. അത്രയും നല്ലൊരു ഭക്തനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ശിവനോട് പറയാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. കാര്യം ഒരു സൗഹൃദ ബന്ധത്തിൻ്റെ പേരിൽ
പക്ഷേ പാർവതി ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് ഉണ്ടായത്. അങ്ങനെ ശപിച്ചു വൃത്രാസുരനായി മാറുന്നതും. അങ്ങനെ ആ ശാപം പക്ഷേ അനുഗ്രഹമായി ശരിക്കും. അതാണ് വൃത്രാസുരൻ ആയപ്പോൾ, ശാപം കിട്ടിയപ്പോൾ ചിത്രകേതു മഹാരാജ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഒരക്ഷരം തിരിച്ചു പറഞ്ഞില്ല അദ്ദേഹം, ഒരക്ഷരം പറഞ്ഞില്ല അദ്ദേഹം. അത് വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ച് ആ അമ്മ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്തു. അമ്മ എന്ത് പറയുന്നു, അമ്മ എന്ത് ആഗ്രഹിക്കുന്നു അതേപോലെ നടക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല, സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു. അതാണ്. അപ്പോൾ ആ സമയത്ത് ശിവൻ പാർവതിയോട് പറയുന്നു, നാരായണ പരായണ, ഭഗവാൻ നാരായണനെ ശരണം പ്രാപിച്ചിട്ടുള്ളവർ ന കുതശ്ചന ബിഭ്യതി സ്വർഗ അപവർഗ നരകേഷു അപി തുല്യാർത്ഥ ദർശനം. നാരായണ പരാസർവേ ന കുതശ്ചന ബിഭ്യതി. ആരാണോ ഭഗവാൻ നാരായണനെ ശരണം പ്രാപിച്ചിട്ടുള്ളത് അവർക്ക് എത്ര പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും അനങ്ങില്ല. അവർ തിരിച്ചൊന്നും പറയില്ല. അതായത് തിരിച്ച് സാധാരണ ചിത്രകേതു മഹാരാജന് വേണമെങ്കിൽ തിരിച്ച് പറയാമായിരുന്നു, തിരിച്ച് പറയാം വേണമെങ്കിൽ. അത് പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരക്ഷരം വേണ്ടിയില്ല. നകൊതശ്ചന ബിഭ്യതി സ്വർഗ അപവർഗ നരകേഷു. സ്വർഗമാവട്ടെ നരകമാവട്ടെ അപവർഗം എന്ന് പറഞ്ഞാൽ മുക്തിയാവട്ടെ, അപി തുല്യാർത്ഥ ദർശനം, ഇതെല്ലാം തുല്യമാണ് അവർക്ക് വ്യത്യാസമൊന്നുമില്ല. കാര്യം ഭഗവാനെ ശരണം പ്രാപിച്ചവർക്ക് എന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് മുക്തി, ഭഗവാന്റെ സേവനങ്ങൾ മാത്രമേ അവരെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നത് പാർവതി ദേവിയോട്. ഇങ്ങനെയാണ് നാരായണൻ്റെ ഭക്തർ. കണ്ടില്ലേ ചിത്രകേതു, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചിത്രകേതു ഒരക്ഷരം വേണ്ടിയില്ല, ശാപം കിട്ടി, അത് സ്വീകരിച്ചു സന്തോഷത്തോടു കൂടി. സോ ഇവരൊക്കെ എന്തുകൊണ്ടിത് പറഞ്ഞു എന്ന് വെച്ചാൽ, മഹാദേവൻ ശുദ്ധഭക്തനാണ്, ചിത്രകേതു മഹാരാജ ഒരു ഭക്തനാണ്, ശുദ്ധഭക്തനാണ്. അങ്ങനെയുള്ളവർക്ക് സിറ്റുവേഷൻ എന്താണെങ്കിലും അവർ ഭഗവാനെ സേവനം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ കാര്യം. ഇവിടെ നമുക്ക് കാണുന്ന നാരദമുനി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് 24 മണിക്കൂറും ചെയ്യുന്നത് പ്രചരണം മാത്രമാണ്, ഭഗവാനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. മഹാദേവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അങ്ങനെയുള്ളവർ അതുകൊണ്ട് അവരങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ആണ് ഭഗവാന്റെ പ്രിയപ്പെട്ടവരായി മാറിയിട്ടുള്ളത് അവർ. സോ ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും പ്രിയപ്പെട്ടവരാവും ഭഗവാന്റെ. കാര്യം ഒന്ന് വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. നാരദമുനിയും ശംഭു മഹാദേവനും ഒക്കെ അതിനുള്ള ക്വാളിറ്റീസും ഉണ്ട്. അവർ വെറുതെ പറയുന്നു, അവർ ചെയ്യുന്നില്ല. അതായത് അവർക്ക് വിശ്വാസമില്ല, അല്ലെങ്കിൽ അവർ പറയുന്നത് ചെയ്യാതിരിക്കുന്നില്ല. അവരെന്താണോ പറയുന്നത് അത് ചെയ്യുന്നുണ്ട്, ആചരിക്കുന്നുണ്ട്, ആചരിച്ചുകൊണ്ട് അവർ പ്രചരിപ്പിക്കുന്നു. അതാണ് വേണ്ടത്. അങ്ങനെയായിരിക്കണം. അങ്ങനെയുള്ളവരാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഗുരു ആവാനുള്ള യോഗ്യതയുള്ളത്. ഇപ്പോൾ നാരദമുനിയൊക്കെ എത്ര ആളുകളുടെ ഗുരുവാണ്. പ്രഹ്ലാദൻ്റെ, ധ്രുവൻ്റെ, മൃഗാരിയുടെ, മണിഗ്രീവ, നളകുവേര, എല്ലാവർക്കും നാരദമുനിയുടെ സംഘത്തിലൂടെയാണ് ഭഗവാനെ കിട്ടുന്നത്. എല്ലാവർക്കും ഈ പറയുന്ന ഇനിയുമുണ്ട് ഒരുപാട് ഉദാഹരണങ്ങൾ. പിന്നെ നമ്മുടെ വാൽമീകി ഋഷിയാണെങ്കിലും ഇപ്പോൾ തന്നെ 5 പേര് 6 പേര് കാര്യം നമ്മൾ പറഞ്ഞു. ഇതേപോലെ ശാസ്ത്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ നാരദമുനി ആണ് എല്ലാവരെയും ഓൾമോസ്റ്റ് ഒരുപാട് ഭക്തരെ അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ കാര്യം അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം ഒരു ആധ്യാത്മിക ഗുരുവാണ്. എല്ലാ ഗുരുജനങ്ങളുടെയും ഒരു ലീഡർ പോലെയാണ് അദ്ദേഹം. കാര്യം അദ്ദേഹത്തിൻ്റെ പാതയാണ് പിന്തുടരുന്നത്. നമ്മുടെ ശീലപ്രഭുപാജിയും ചെയ്യുന്നത് എന്താണ്? നാരദമുനിയെ പോലെ എല്ലായിടത്തും നടന്ന് ഭഗവാനെക്കുറിച്ച് പ്രചരണം ചെയ്യുന്നു. അങ്ങനെ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും ഭാഗവതം. അപ്പോൾ ആ ഒരു പ്രചരണം നടന്നില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നാരദമുനിയുടെ തൃപ്പാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഈ പ്രചരണം ചെയ്യുന്നവരെല്ലാവരും ലോകമെമ്പാടും ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ വെറുതെ പറയൽ മാത്രമല്ല, അവർ എല്ലാം നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവരാണ്, വെറുതെ പറയൽ മാത്രമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരാണ് ആധ്യാത്മിക ഗുരുജനങ്ങളാവുന്നത്. അതാണ് ഇവിടെ ശീലപ്രഭുപാദി പറയുന്നത്.
യുധിഷ്ഠിര മഹാരാജാവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും എല്ലാവരും നാരദമുനിക്ക് വേണ്ട എല്ലാ ബഹുമാനവും കൊടുക്കുന്നു. എങ്ങനെയാണോ പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാന് ബഹുമാനവും ആദരവും കൊടുക്കേണ്ടത് അതേപോലെ തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ശ്രീ ഗുരു, നമ്മുടെ ഗുരു എന്ന് പറഞ്ഞാലും ഭഗവാന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സാക്ഷാത് ഹരിത്വേന സമസ്ത ശാസ്ത്രം, അല്ലേ? എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നു ഗുരുവും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല. തത്വത്തിലല്ല, ഒന്ന് വിഷ്ണു തത്വം ഒന്ന് ജീവതത്വം ആയിരിക്കാം, പക്ഷേ ആ കാര്യമല്ല പറയുന്നത്. ഒരു ഡിസൈപ്പിളിനെ സംബന്ധിച്ച്, ശിഷ്യനെ സംബന്ധിച്ച് ഗുരുവിനെയും ഭഗവാനെയും വ്യത്യാസം കാണേണ്ട ആവശ്യമില്ല. രണ്ടുപേരെയും ഒരേപോലെ കണ്ടുകൊണ്ട് ഒരേപോലെ ട്രീറ്റ് ചെയ്യണം, അതാണ് പറയുന്നത്. സോ നാരദമുനിയൊക്കെ ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഭക്തനായതുകൊണ്ട് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവൊക്കെ എങ്ങനെയാണോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടാൽ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഒരു പോയിന്റും കൂടെ പറഞ്ഞു, ശിലപ്രഭാത് പറയുന്നു, ഇങ്ങനെയുള്ള ഭക്തർക്ക്, നാരദമുനി പോലുള്ള ശുദ്ധഭക്തർക്ക് വേറെ ഒരു പണിയുമില്ല, വേറെ ഒരു ജോലിയുമില്ല. എന്താണ് ജോലി? ഇത് മാത്രമേ ഉള്ളൂ. ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഗാനങ്ങൾ പാടുക, കീർത്തനം ചൊല്ലുക, എല്ലായിടത്തും പോയി ഭഗവാനെക്കുറിച്ച് പറയുക. ഇതാണ് അവർ ചെയ്യുന്ന ജോലി. അതിമനോഹരം. ഇത് തന്നെയാണ്, ഇതേപോലെ ഒരു അവസരമാണ് നളക്കുവേരനും മണിഗ്രീവനും കിട്ടുന്നത്. നാരദമുനിയുടെ ശാപം, ആക്ച്വലി ആ ശാപം അനുഗ്രഹമായിരുന്നു. ശാപം എന്ന് പറയാൻ പറ്റില്ല, അനുഗ്രഹമായിരുന്നു. കാര്യം അവർ മന്ദാകിനി ഗംഗയിൽ, കൈലാസത്തിൽ മന്ദാകിനി ഗംഗ ഭൂമിയിലേക്ക് വരുന്നേക്കാൾ മുമ്പ് അവിടെ കൈലാസത്തിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്നാണ് പിന്നെ താഴോട്ട് വരുന്നത്. അപ്പോൾ ഗംഗ, നമുക്കറിയാം, ഗംഗയിൽ കുളിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശുദ്ധമാവും, അല്ലെങ്കിൽ എല്ലാ പാപം കളയാനുള്ള സ്ഥലമായിട്ടാണ് എല്ലാവരും ഗംഗയിൽ പോയി മുങ്ങുന്നത്. എല്ലാ പാപവും അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ആളുകൾ. പാപങ്ങൾ ചെയ്ത് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന പോലെ ഗംഗാദേവി എല്ലാം സ്വീകരിക്കുന്നു, അല്ലേ? അപ്പോൾ നളകുബേരൻ, മണിഗ്രീവ, അവർ രണ്ടുപേരും മാനസിക ഗംഗയിൽ കുളിക്കുമായിരുന്നു. പക്ഷെ അവരുടെ ബോധം ശരിയായിരുന്നില്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളും ശരിയായിരുന്നില്ല. അപ്പോൾ എന്തായാലെങ്കിലും ആ മന്ദാകിനി ഗംഗയെ റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നില്ല അവർ. അതൊരു കാര്യം. രണ്ടാമത്, അവിടെ അങ്ങനെയൊരു നാരദമുനി വന്ന സമയത്ത് നാരദമുനിയെ മൈൻഡ് ചെയ്തില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തില്ല. നാരദമുനി വളരെ സ്നേഹത്തോടു കൂടി അവർക്കൊരു ശാപം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത് ശാപമായി മാറുന്നു, മരമായി മാറുന്നു. എന്നാൽ കിട്ടുന്ന മഹാ സൗഭാഗ്യം എന്താണ്? ഭഗവാൻ കൃഷ്ണൻ്റെ, അതായത് പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ, ഭഗവാൻ വൃന്ദാവനത്തിലെ ഭഗവാന്റെ വീട്ടിൽ 2 മരങ്ങളാവുക. ഇതിനും വലിയ സൗഭാഗ്യം എന്താണ്? കാര്യം കൃഷ്ണൻ അങ്ങോട്ടോടുമ്പോഴും ഇങ്ങോട്ടോടുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മണിഗ്രീവ നളകുവേരനെ പോലെ ഭാഗ്യം ചെയ്ത് വേറെ ആരും ഉണ്ടാവും? അവിടെ തന്നെ നിൽക്കുന്നു. വേറെ ഒരു ഇഞ്ച് അങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ടും പോകുന്നില്ല. കൃഷ്ണൻ ആ മരത്തിൽ കയറുന്നുണ്ട്, ആ മരത്തിൽ ഇവർ ഒളിച്ചു കളിക്കുന്നു, ഈ മരങ്ങളിൽ കയറി പല കളികളും കളിക്കുന്നു. അല്ലെങ്കിൽ ആ വീടിന് മുമ്പിൽ ഓടുമ്പോഴൊക്കെ ഈ മരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം മരം നല്ല ഹൈറ്റും ഒക്കെ ഉള്ള മരങ്ങളായതുകൊണ്ട് കൃഷ്ണൻ എവിടെ പോയാലും കാണാം. അപ്പോൾ കൃഷ്ണൻ ആണെങ്കിൽ നമുക്കറിയാം വീട്ടിനകത്തിരിക്കൽ കുറവാണ്, അല്ലേ? പുറത്ത് കളിയാണ്, കൂട്ടുകാരുടെ കൂടെയും കുരങ്ങന്മാരുടെ കൂടെയും പശുക്കളുടെ കൂടെയും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നളകുവേരൻ, മണിഗ്രീവ. ഇതിനും വലിയ മഹാസൗഭാഗ്യം എന്ത് വേണം? സാധുസംഘ സർവശാസ്ത്രക്കായ ലവമാത്ര സാധുസംഘ സർവസിദ്ധിയായ ലവമാത്ര സാധുസംഘ. നാരദമുനിയുടെ ആ സാധുസംഘത്തിൽ അവരെ ശുദ്ധഭക്തരായി മാറുന്നു. അതിനുശേഷം അനുഗ്രഹം ഭഗവാൻ അവരെ രണ്ടുപേരെയും മുക്തരാക്കുമ്പോൾ, മരത്തിൻ്റെ ശരീരത്തിൽ നിന്ന് മുക്തരാക്കുമ്പോൾ അവർ രണ്ടുപേരും പുറത്തു വരുന്നു. പിന്നെ അവർ അത്രയും ദിവസം വെയിറ്റ് ചെയ്യുമായിരുന്നു. കാര്യം എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണനെ. അപ്പോൾ അവർ ഓൾറെഡി മാറി, അവർ ശുദ്ധഭക്തരായി മാറി. കാര്യം ഭഗവാന്റെ കോട്ടയാടിലാണ് മരങ്ങളായിട്ട് നിൽക്കുന്നത്. ഒരു ഭക്തരായി മാറി. പിന്നെ അവർ പുറത്ത് വന്നപ്പോൾ ഉടനെ സ്തുതിയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവർ ഭഗവാനെ സ്തുതിക്കുന്നു. രണ്ടുപേരും കൈകൂപ്പിക്കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു. വാണി ഗുണാനുകഥനെ ശ്രവണോ കഥായം ഹസ്തൗച്ച കർമ്മ സുമനസ്തവ പാദയോർണ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം. അതിമനോഹരം.
അവർ പറയുന്നു ഈ വാണി അങ്ങേ സ്തുതിക്കാൻ വേണ്ടി മാത്രമായി മാറട്ടെ. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം, വേറെ ഒന്നും വേണ്ട ഞങ്ങൾക്ക്. ഹസ്തൗച്ച കർമ്മസു, ഈ കൈകളും കാലുകളും അങ്ങയുടെ സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം. മനസ്സാണെങ്കിൽ എപ്പോഴും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ, അങ്ങയുടെ തൃപ്പാദങ്ങളെ ഓർത്തുകൊണ്ട്, വേറെ ഒന്നുമില്ല മനസ്സിൽ, അങ്ങയെ മാത്രം ചിന്തിക്കുന്നു. സ്മൃത്യാം ശിരസ് തവ നിവാസ ജഗത് പ്രണാമേ, ശിരസ് അങ്ങയുടെ മുമ്പിൽ പ്രണാമം അർപ്പിക്കാൻ വേണ്ടി. ദൃഷ്ടി സദാം ദർശനേ, ഈ ദൃഷ്ടിയാവട്ടെ അങ്ങയുടെ രൂപവും അതേപോലെ അങ്ങയുടെ ശുദ്ധ ഭക്തരുടെ, സതാം ദർശനെ, അങ്ങയുടെ ശുദ്ധ ഭക്തരുടെ രൂപവും കാണാൻ വേണ്ടി മാത്രം. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ഭക്തരെ അവരുടെ സംഘം ആണ് ആഗ്രഹിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കുന്നു ഭഗവാനോട്. തഥാസ്തു, ഭഗവാൻ അനുഗ്രഹിച്ചു. ശീലജീവ ഗോസ്വാമി ഗോപാൽ ചമ്പു എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്നു, ഈ രണ്ടുപേരും മണിഗ്രീവനും നളകുബേരനും അവരെങ്ങോട്ട് പോയി? അവർ തിരിച്ച് കുബേരൻ്റെ മക്കളായിട്ട് അവിടെ പോയി സ്വർഗത്തിലേക്ക് പോയില്ല. അവർ പോകുന്നത് നേരെ ഗോലോക വൃന്ദാവനത്തിലേക്ക്. അതാണ് സാധുസംഘത്തിൻ്റെ പ്രത്യേകത. അവരെ ദേവന്മാരുടെ ശരീരത്തിലിരിക്കുന്ന, അത് കുബേരൻ്റെ മക്കളായിട്ട്, അത് പക്ഷേ എന്നാലും ഭൗതിക ലോകത്തിൽ തന്നെയായിരുന്നു അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷെ ഭഗവാന്റെ കൃഷ്ണപ്രേമം ഉണ്ടായിരുന്നില്ല. അത് കിട്ടുന്നത് നാരദമുനിയിൽ നിന്നാണ്. നാരദമുനി ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല അദ്ദേഹത്തിന്, അവർക്ക് ഒന്നും പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് സംഘം കിട്ടി, ശാപമാണ് കിട്ടിയത്. പക്ഷേ അത് അനുഗ്രഹം, മഹാ അനുഗ്രഹം. ശീലജീവ ഗോസ്വാമി പറയുന്നു, അവർ രണ്ടുപേരും ആക്ച്വലി പോയത് കാര്യം വേറെ ഭാഗവത്തിൽ പറയുന്നു അവർ തിരിച്ച് അവരുടെ സ്ഥലത്തേക്ക് പോയെന്നാണ്. പക്ഷെ ജീവഗോസ്വാമി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോയി കൊണ്ട് പറയുന്നു, ആചാര്യന്മാരുടെ റിയലൈസേഷനാണ് ആക്ച്വലി ശരിക്കുമുള്ള എക്സ്പ്ലനേഷൻ. ജീവഗോസ്വാമിയെ പോലെ ശുദ്ധഭക്തർക്ക് അറിയാം മണിഗിരിയിലും നളകുബേരനും ഇപ്പോൾ എവിടെയുണ്ടെന്നുള്ളത്. കാര്യം അവർ വരുന്നത് അവിടെ നിന്നാണ്. അതുകൊണ്ട് അപ്പോൾ അവിടെ മധുഖണ്ഡ, സ്നിഗ്ധഖണ്ഡ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികളായി മാറുന്നു. ഇവരുടെ ജോലി എന്താണ്? മധുഖണ്ഡ, സ്നിഗ്ധഖണ്ഡ. കണ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ്? തൊണ്ട അല്ലേ? സ്നിഗ്ധഖണ്ഡ, മധുഖണ്ഡ. ഇവരെന്ത് പറയുന്നു? ഇവർ പറയുന്നത് ആകെ ഇവരുടെ ജോലി, ഇവരുടെ സേവനം എന്തായിരുന്നു വെച്ചാൽ എല്ലാ വീടുകളിലും പോയിട്ട് കൃഷ്ണനെക്കുറിച്ച് പറയുക. ഇന്ന് എന്ത് നടന്നു, ഇപ്പോൾ എവിടെയാണ് കൃഷ്ണനുള്ളത്, ഇന്നലെ നടന്ന ലീലകൾ എന്താണ്, ഇപ്പോൾ നടക്കുന്നത് എന്താണ്, ഇനി എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ ന്യൂസുകളും, കൃഷ്ണനെക്കുറിച്ചുള്ള ന്യൂസുകളും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക. ഇതായിരുന്നു അവരുടെ ജോലി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ സ്തുതിക്കുക. ഇവിടെ നാരദമുനി ചെയ്യുന്ന അതേ ജോലി തന്നെ. എങ്ങനെയായിരുന്നു ഗുരു, അതേപോലെ തന്നെ ശിഷ്യർക്കും ആ ഒരു സേവനമാണ് കിട്ടുന്നത്. ഭഗവാനെക്കുറിച്ച് എല്ലായിടത്തും പോയി പറയുക. അവരാഗ്രഹിച്ചും അതായിരുന്നു. വാണി ഗുണാനുകഥനെ, ഈ വാണി ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഈ കഴിവ്, വാണി അങ്ങയുടെ ഗുണങ്ങളെ വർണ്ണിക്കാനും അങ്ങയെ സ്തുതിക്കാനും വേണ്ടി മാത്രമാവട്ടെ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. അപ്പോൾ അത് ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പറയാൻ കാര്യം എന്താണ് ഇതൊക്കെ എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ശുദ്ധഭക്തരുടെ സാധു സംഘത്തിൻ്റെ ശക്തി ഇവിടെ നാരദമുനിയെ പോലുള്ള, അപ്പോൾ അത് പറഞ്ഞ പോയിൻ്റ് അതാണ്. അങ്ങനെയുള്ള ശുദ്ധഭക്തർ നമ്മുടെ മുമ്പിൽ വരുവാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് നാരദമുനി വരുമെന്ന് അറിയില്ല, വരുന്നുണ്ടാവും ചിലപ്പോൾ ചില ആളുകളുടെ അടുത്തേക്കൊക്കെ, എനിക്കറിയില്ല. പ്രഭുപാദുള്ളപ്പോൾ വരാറുണ്ട്, പ്രഭുപാദ് കാണാറുണ്ട്. ഇടയ്ക്ക് ഭാഗവതം ക്ലാസ് എടുക്കുന്ന സമയത്ത് ചിരിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് പ്രഭുപാദ് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും, ഒന്നുമില്ല, അവിടെ നാരദമുനി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്നു, ക്ലാസ് എല്ലാം കഴിഞ്ഞപ്പോൾ പോയി. നമുക്ക് എത്ര പേർക്ക് നാരദമുനിയെ പോലെ അങ്ങനെയുള്ളവരെ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷെ എന്താണെങ്കിലും നാരദമുനിയുടെ പാത പിന്തുടരുന്ന ഒരുപാട് വരിഷ്ഠരായിട്ടുള്ള വൈഷ്ണവരുണ്ട് ഇന്നത്തെ കാലത്തും, അതെപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള വൈഷ്ണവരും ശുദ്ധഭക്തരും നമ്മളെ സംബന്ധിച്ച് നാരദമുനിയെ പോലെ തന്നെ ബഹുമാന്യനാണ്. അപ്പോൾ അവരെ നല്ല രീതിയിൽ സേവിക്കുക. വൈഷ്ണവ സേവ ഭക്തിയിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും വൈഷ്ണവ സേവ, സാധുസംഘ ആണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത്.
വെരി വെരി പവർഫുൾ. നമ്മൾ മാത്രം വീട്ടിലിരുന്ന് തനിയെ നാമം ജപിച്ചുകൊണ്ടോ കുറച്ച് പൂജകളോ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല. വൈഷ്ണവ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ഭക്തരുടെ സേവനം ഫിസിക്കലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വാണിയിലൂടെ സേവനം ചെയ്യുക. വാണി സേവ, അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ അതെല്ലാം പാലിക്കുക. ഇനി ഫിസിക്കലി വൈഷ്ണവരെ വരിഷ്ഠരായിട്ടുള്ള വൈഷ്ണവരെ സേവിക്കാനുള്ള അവസരം കിട്ടുവാണെങ്കിൽ അത് നമ്മൾ പാഴാക്കാനും പാടില്ല. അതാണ് ഓക്കെ. ഇതൊക്കെയാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന്, ഈ ഭാവാർത്ഥത്തിൽ നിന്നും പഠിക്കാവുന്ന അല്ലെങ്കിൽ ഓർക്കാവുന്ന ടേക്ക് ഹോം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഓക്കെ, അടുത്ത ശ്ലോകം. യുധിഷ്ഠിരോവാച നാഹം വേദഗതിം പിത്രോർ ഭഗവാൻ കോ ഗതാവിത അംബാവാഹത പുത്രാർത്ഥ ക്വ ഗതാ ച തപസ്വിനി. ഹരേ കൃഷ്ണ. യുധിഷ്ഠിരോവാച നാഹം വേദഗതിം പിത്രോർഭഗവൻ ക്വാഗതാവിദഃ അംബാവാഹത പുത്രാർത്ഥ ക്വാഗതാ ച തപസ്വിനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യുധിഷ്ഠിരോവാച നാഹം വേദഗതിം പിത്രോർഭഗവൻ ക്വാഗതാവിദഃ അംബാവാഹത പുത്രാർത്ഥ ക്വാഗതാ ച തപസ്വിനി. ഹരേ കൃഷ്ണ. ഓക്കെ, വിവർത്തനം ഭാവാർത്ഥം ആരെങ്കിലും വായിക്കും? ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം. എസി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാരാജാവ് യുധിഷ്ഠിരൻ പറഞ്ഞു, ഹേ ഭഗവാൻ, എന്റെ ഇരു പിതൃഭ്രാതാക്കളും എവിടെ പോയെന്ന് അറിയാനോ തപസ്വിനിയും സർവപുത്രന്മാരുടെയും മൃത്യുവിൽ ദുഃഖാർത്ഥയുമായ എന്റെ മാതാവ് ഗാന്ധാരിയെ അന്വേഷിച്ച് കണ്ടെത്താനോ എനിക്ക് സാധിച്ചില്ല. ഭാവാർത്ഥം. മഹാരാജാവ് യുധിഷ്ഠിരൻ ഒരു സത് ആത്മാവും ഭഗവത് ഭക്തനുമാകയാൽ സദാ തന്റെ വലിയമ്മയുടെ മഹത്തായ നഷ്ടത്തെയും ഒരു തപസ്വിനി എന്ന നിലയിലുള്ള ഗാന്ധാരിയുടെ വ്യഥകളെ കുറിച്ചും പൂർണ്ണബോധവാനായിരുന്നു. ഏത് കൊടിയ വിപത്തിലും ദുരിതത്തിലും ഒരു തപസ്വിനി ഒരിക്കലും മാനസികാസ്വാസ്ഥ്യം ഉള്ളവളായി ഇരിക്കുകയില്ല. അത് തപസ്വിനിയെ ആത്മസാക്ഷാത്കാര പാതയിൽ നിശ്ചയദാർഢ്യമുള്ളവളും തീഷ്ണതയുള്ളവളുമാക്കി മാറ്റുന്നു. അത്യന്തം വിഷമ പ്രതിസന്ധികളിൽ ഗാന്ധാരി കാണിച്ച അവിശ്വസനീയമാം വിധം അത്ഭുതകരമായ വിശേഷ ഗുണം രാജ്ഞി ഗാന്ധാരി ഒരു ഉത്തമ തപസ്വിനിയാണെന്നതിന് ഉത്തമ ദൃഷ്ടാന്തമാകുന്നു. മാതാവ്, പത്നി, തപസ്വിനി എന്നീ നിലകളിൽ ഗാന്ധാരി ആദർശയോഗ്യമായ സ്ത്രീയായിരുന്നു. ലോക ചരിത്രത്തിൽ അത്തരം സ്ത്രീ കഥാപാത്രങ്ങളെ അപൂർവമായി മാത്രമേ ദർശിക്കാൻ കഴിയുകയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് അദ്ദേഹം പറയുന്നു, വീണ്ടും ഭഗവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു നാരദമുനിയെ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എനിക്ക് അറിയില്ല എൻ്റെ 2 അമ്മാവന്മാരെവിടെ പോയി എന്നുള്ളത്, ധൃതരാഷ്ട്രവും വിതുരരും. അതേപോലെ തന്നെ എൻ്റെ വല്യമ്മ ഗാന്ധാരി ദേവിയും എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുവാണ് യുധിഷ്ഠിര മഹാരാജാവ്. പറയുന്നു, ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നു, യുധിഷ്ഠിര മഹാരാജാവ് ഇവരെ എല്ലാവരെയും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ധൃതരാഷ്ട്ര എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, എന്നാലും ധൃതരാഷ്ട്രയെ എത്രമാത്രം സ്നേഹിക്കുന്നു യുധിഷ്ഠിര മഹാരാജ്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. മക്കളെല്ലാവരും മരിച്ചപ്പോഴും യുധിഷ്ഠിര മഹാരാജാവ് എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൊടുത്ത് വീട്ടിൽ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു ധൃതരാഷ്ട്രയും ഗാന്ധാരിയെയും. അപ്പോൾ അതാണ് ശുദ്ധഭക്തൻ ആയിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ്. അല്ലെങ്കിൽ ഭക്തരുടെ ഒരു മനസ്സങ്ങനെയാണ്. ശത്രുക്കൾ എന്ന് പറയുന്നവർക്ക് ഇല്ല. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ സ്വഭാവം നമുക്കറിയാം. നുണ പോലും പറയാത്ത വ്യക്തിയാണ്. അത്ര പോലും ധർമ്മം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വിഷമമായി ഇവരെ കാണാതെയായപ്പോൾ. പിന്നെ വിതുര മഹാത്മാവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. വിതുരരോട് ഇവർക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. വിതുരർ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു, ഭക്തനായിരുന്നു. അതെല്ലാവർക്കും അറിയാം. അതേപോലെ ഗാന്ധാരി ദേവിയും ഇവരെ ഇഷ്ടപ്പെട്ടിരുന്നു. കാര്യം ഗാന്ധാരി ദേവി തപസ്വിനിയാണ്, അല്ലേ? നമുക്കറിയാം ഗാന്ധാരി ദേവി ചെയ്തിട്ടുള്ള തപസ്സുകൾ, എടുത്തിട്ടുള്ള തപസ്സുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്.
നമ്മളിതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഭാഗവത്തിൽ തന്നെ വേറെ സെക്ഷനിൽ ശില പ്രഭുപാദ് ഗാന്ധാരി ദേവിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, ഓരോ ക്യാരക്ടേഴ്സ് പറയുന്ന കൂട്ടത്തിൽ. അത് അപ്പോൾ ഗാന്ധാരി ദേവി ശരിക്കും ഒരു ഐഡിയലായിട്ടുള്ളൊരു അമ്മയും ഭാര്യയും തപസ്വിനിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ശിലപ്രഭാത് പറയുന്നു, ഇങ്ങനെയുള്ള സ്ത്രീകൾ ഇന്നത്തെ കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിൽ തന്നെ വളരെ കുറവാണ്. അപ്പോൾ അത്രമാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഗാന്ധാരി, അല്ലെങ്കിൽ ഐഡിയൽ ഒരു വുമൺ ആണ് എന്ന് പറയുന്നു. മനോഹരം. ശിലപ്രഭാത് അതാണ് ഭാവത്തിൽ പറയുന്നത്. ഒരു ശ്ലോകം കൂടെ നോക്കാം. കർണധാരാ ഇവ പാരേ ഭഗവാൻ ദർശക അതാ ബാഭാഷെ ഭഗവാൻ നാരദോ മുനി സത്തമ. ഹരേ കൃഷ്ണ. കർണധാരൈവ പാരേ ഭഗവാൻ പാരദർശകഃ അഥാ ബഭാഷേ ഭഗവാൻ നാരദോ മുനി സത്തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കർണധാര ഇവ പാരേ ഭഗവാൻ പാരദർശകാഃ അഥാ ഭാഭാഷേ ഭഗവാൻ നാരദോ മുനി സത്തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. കർണധാര ഇവ പാരേ ഭഗവാൻ പാരദർശകഃ അഥാ ബഭാഷേ ഭഗവാൻ നാരദോ മുനി സത്തമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിവർത്തനം ഭാവാർത്ഥം വായിക്കൂ. ഹരേ കൃഷ്ണ. വിവർത്തനാൻ ഭാവാർത്ഥം ബൈ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാസാഗരത്തിൽ കപ്പിത്താൻ എന്ന പോലെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ അങ്ങേക്ക് കഴിയുന്നു. അപ്രകാരം പ്രേമസമർപ്പണം ചെയ്യപ്പെട്ട ശേഷം ദിവ്യവ്യക്തിത്വവും ഭക്തദാർശനികരിൽ ഉത്തുംഗനുമായ ദേവർഷി നാരദർ ഇപ്രകാരം അരുളി ചെയ്യാൻ ആരംഭിച്ചു. ഭാവാർത്ഥം. വ്യത്യസ്ത തരത്തിലുള്ള ദാർശനികന്മാരുണ്ട്. അവരിൽ എല്ലാവരിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ പരമദിവ്യത്വ പുരുഷനെ ദർശിച്ചവരും ഭഗവാന്റെ പ്രേമയുത അതീന്ദ്രിയ സേവനത്തിൽ ആത്മസമർപ്പണം ചെയ്തവരുമാകുന്നു. ഭഗവാന്റെ അത്തരം പരിശുദ്ധ ഭക്തരിൽ പ്രമുഖൻ ദേവർഷി നാരദനാകുന്നു. ആകയാലാണ് ദേവർഷി നാരദനെ എല്ലാ ഭക്ത ദാർശനികന്മാരിലും വെച്ച് ഉത്തുംഗൻ എന്ന് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. ഉത്തമ വിശ്വാസയോഗ്യനും നിർവ്യാജനും ആധികാരികവും ആത്മാർത്ഥവുമായ ആത്മീയ ആചാര്യനിൽ നിന്നും വേദാന്ത ദർശനം ശ്രവിക്കാത്ത പക്ഷം ഒരാൾക്ക് സർവഥാ വ്യുൽപ്പന്നനായ ദാർശനികനായി തീരാൻ സാധ്യമല്ല. അപ്രകാരമുള്ള ഒരാൾ വ്യുൽപ്പന്നനായ ദാർശനിക ഭക്തനല്ല. ഒരാൾ നിശ്ചയമായും അതിവിശ്വസ്തനും പണ്ഡിതനും ആത്മപരിത്യാഗം ചെയ്തവനും ആകാത്ത പക്ഷം അയാൾക്ക് ഒരു ശുദ്ധഭക്തനാവാൻ സാധ്യമല്ല. ഒരു പരിശുദ്ധ ഭഗവത് ഭക്തനും നമ്മെ അജ്ഞതയുടെ മറുകരയിൽ എത്തിക്കുവാൻ വേണ്ടുന്ന മാർഗനിർദ്ദേശം നൽകുവാൻ കഴിയുന്നു. പാണ്ഡവരെല്ലാവരും ഭഗവാന്റെ പരിശുദ്ധ ഭക്തരായിരുന്നതിനാൽ ദേവർഷി നാരദൻ മഹാരാജാവ് യുധിഷ്ഠിരന്റെ കൊട്ടാരം പതിവായി സന്ദർശിച്ചിരുന്നു. മാത്രവുമല്ല, ആവശ്യമുള്ളപ്പോഴൊക്കെ അവർക്ക് സതുപദേശം നൽകാനും ദേവർഷി നാരദർ സദാ തയ്യാറായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ഭഗവാൻ എന്ന് വീണ്ടും കർണധാര ഇവാപരെ ഭഗവാൻ പാരദർശകഃ. ഇവിടെ ഭഗവാൻ എന്ന് വീണ്ടും അഭിസംബോധന ചെയ്യുന്നു ശ്രീപാദ് നാരദമുനിയെ. ശിലപ്രഭുപാദി അർത്ഥത്തിൽ പറയുന്നു, മീനിങ്ങിൽ പറയുന്നു, വേർഡ് ടു വേർഡ് മീനിങ്ങിൽ പറയുന്നു. ഭഗവാന്റെ പ്രതിനിധി ആയിട്ടുള്ള നാരദമുനിയും ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കഴിഞ്ഞു. എന്നാലും ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. ശ്ലോകത്തിൽ പറയുന്നു അദ്ദേഹത്തെ കർണധാര, അദ്ദേഹത്തെ കപ്പലിൻ്റെ കപ്പിത്താനായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഈ ഒരു ഭൗതിക മഹാസാഗരം, ആ ഭൗതിക മഹാസാഗരത്തിലെ അല്ലെങ്കിൽ മഹാസാഗരമുണ്ട്, സാഗരത്തിൽ ഒരു കപ്പലുണ്ട്. കപ്പലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ശരീരം എടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഭൗതിക മഹാസാഗരത്തിലുള്ള നമ്മൾ ഓരോരുത്തരും ഒരു കപ്പലിരിക്കുന്ന പോലെയാണ് ശരിക്കും. കാര്യം ഈ കപ്പൽ ഈ ശരീരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യേണ്ടത്. മനോഹരമായ ശ്ലോകമുണ്ട് ഭാഗവതത്തിൽ 11, 20, 17 ഭാഗവതം. നൃദേഹമാദ്യം സുലഭം സുദുർലഭം
പ്ലവംസ്തു കൽപ്പം ഗുരു കർണധാരം മായാനുകുലേന നഭസ്വതേരിതം ഭൂമാൻ ഭവാദിം ന തരേത്സ ആത്മഹ. ഭാഗവതം 11, 20, 17. അവിടെ പറയുന്നു, നിർദേഹമാദ്യം സുലഭം സുദുർലഭം. ഈ ഒരു മനുഷ്യ ശരീരം കിട്ടുക എന്ന് പറയുന്നത് വളരെ സുദുർലഭമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എങ്ങനെയോ നമുക്കത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും. സുലഭമല്ലാത്ത വളരെ ദുർലഭമായിട്ടുള്ള മനുഷ്യ ശരീരമാണ്, എന്നാൽ ഇപ്പോൾ നമുക്ക് കിട്ടി. പ്ലവംസ്തു കൽപ്പം ഗുരു കർണധാരം. എന്നാൽ ഈ ശരീരത്തെ ഉപമിക്കുന്നു ഒരു ഷിപ്പായിട്ട്, അല്ലെങ്കിൽ ഒരു കപ്പലായിട്ട്, നമ്മൾ ഓരോരുത്തരുടെയും. എന്നാൽ കർണധാരം, ക്യാപ്റ്റനായിട്ട് ഒരാളുണ്ട് അതിനകത്ത്. ആരാണത്? ഗുരു, ശ്രീ ഗുരു. ഗുരു കർണധാരം. മായാനുകൂലേന നഭസ്വതേരിതം. കൂട്ടത്തിൽ ഷിപ്പുണ്ട്, കടലുണ്ട്, ഭൗതിക മഹാസാഗരമുണ്ട്. ഷിപ്പ് അല്ലെങ്കിൽ ഈ കപ്പലിനെ വേണ്ട ദിശയിലേക്ക് കൊണ്ടുപോകണം, അല്ലേ? ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഭഗവാനാണ്. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ജോലി കപ്പിത്താനായിട്ടുള്ള ഗുരുവാണ് ചെയ്യുന്നത്. എന്നാൽ ഈ കപ്പലിനെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി കപ്പൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കടലെടുക്കുകയാണെങ്കിൽ, കടലിലൂടെ കപ്പൽ പോവുകയാണെങ്കിൽ അവിടെ കാറ്റുണ്ടാവും. ഈ കാറ്റ് അനുകൂലമായിട്ടുള്ള കാറ്റ് ഉണ്ടെങ്കിൽ ആക്ച്വലി ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എളുപ്പമാക്കി കൊടുക്കുക ചെയ്യുന്നത്, അല്ലേ? പ്രതികൂലമായിട്ടുള്ള കാറ്റുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കപ്പലിനെ നാവിഗേറ്റ് ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ അനുകൂലമായിട്ടുള്ള കാറ്റുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാം, അല്ലേ? ഇവിടെ ഗുരു ഇരിക്കുന്നത് കർണധാരം, ക്യാപ്റ്റനായിട്ടിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ട് ഗുരു, ക്യാപ്റ്റനായിട്ട്, ശ്രീ ഗുരു. കൂട്ടത്തിൽ നല്ല അനുകൂലമായിട്ടുള്ള കാറ്റുമുണ്ട്. ആ അനുകൂലമായിട്ടുള്ള കാറ്റ് എന്താണ്? വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഭാഗവതം, ഭഗവത്ഗീത പോലുള്ള ശാസ്ത്രങ്ങൾ. അപ്പോൾ അനുകൂലമാണ്. അപ്പോൾ അതിൽ പറയുന്ന, വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ, ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യം ഗുരു പറഞ്ഞു തരുന്നു. ഗുരുവാണ് നമ്മുടെ ലീഡർ, ഗുരുവാണ് ക്യാപ്റ്റൻ, മുന്നിലുണ്ട്. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഗുരു ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും, മനുഷ്യജന്മം കിട്ടിയിട്ടുള്ള ഓരോരുത്തരും ആ മനുഷ്യജന്മം ഇങ്ങനെ ഉപയോഗിച്ചില്ലെങ്കിൽ പറയുന്നു, ഭൂമാൻ ഭവാദിം ന തരേത് സ ആത്മഹ. ഈ മനുഷ്യ ശരീരം ഉപയോഗിച്ച് നമ്മൾ ഭൗതിക മഹാസാഗരം കടക്കാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ, ഗുരു ഉണ്ട്, അല്ലെങ്കിൽ ഗുരുവിനെ കിട്ടാനുള്ള ഒരു അവസരമുണ്ട്, എന്നിട്ടും നമ്മൾ ഗുരുവിനെ സ്വീകരിക്കുന്നില്ല എന്ന് വയ്ക്കൂ. അല്ലെങ്കിൽ മനുഷ്യ ശരീരം കിട്ടിയിട്ട് ആധ്യാത്മിക ഗുരുവിനെ നമ്മൾ കണ്ടുപിടിച്ചില്ലെങ്കിലും അതും അങ്ങനെയോ ഏതെങ്കിലും തരത്തിൽ, ഇപ്പോൾ ഗുരുവില്ല, ശാസ്ത്രങ്ങളില്ല, ഇതൊന്നും നമ്മൾ സ്വീകരിച്ചിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ എന്നുണ്ടെങ്കിൽ എന്താണ്? ലക്ഷ്യത്തിലേക്ക് എത്തില്ല. മനുഷ്യജന്മം നമ്മൾ വീണ്ടും ജന്മമെടുക്കുന്നു, മരിക്കുന്നു. മനുഷ്യ ശരീരം സുദുർലഭമായിട്ടുള്ളത് കിട്ടുമോ ഇനി എന്നും അറിയില്ല. അപ്പോൾ പറയുന്നത് ന തരേസ ആത്മഹ. അപ്പോൾ ഇങ്ങനെ അവസരം കിട്ടിയിട്ടും അതിനെ ഉപയോഗിക്കാത്തവർ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്ന് പറയുന്നു. ഭാഗവതം പറയുന്നതാണ് കേട്ടോ, ഞാനല്ല. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് പറയുമ്പോൾ നാരദമുനിയോട് പറയുകയാണ്, അങ്ങാണ് കപ്പിത്താൻ. കാര്യം ഗുരുസ്ഥാനമാണുള്ളത് നാരദമുനിക്ക്. അങ്ങ് കപ്പിത്താനാണ്. അപ്പോൾ അങ്ങേക്ക് അറിയാം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ഇവിടെ പറയുന്നു, ഞങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പരാദർശക, ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഡയറക്ഷൻ തരാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാര്യം അങ്ങ് ഗുരുവാണ്, അങ്ങ് കപ്പിത്താനാണ്, കർണധാരമാണ്. അങ്ങനെ അതുകൊണ്ടാണ് ദേവശ്രീ നാരദനെ ഇവിടെ ഭഗവാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നതും. ഇനി ശ്രീല പ്രഭുപാദി ഭാവർത്തിൽ പറയുന്നു, ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തർ, പ്രേമയുത ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നവർ, അവർ ഭഗവാനെ പോലെ തന്നെ അവരെയും കാണണം എന്നുള്ളതും ഭഗവാന് വളരെ പ്രിയപ്പെട്ടവരാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ വെച്ച് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാന്റെ ഭക്തനാണ് ദേവർഷി നാരദൻ. അതാണ് പറയുന്നത്. അങ്ങനെ നാരദമുനിയെ അതുകൊണ്ടാണ് ഇത്രയും ശ്ലോകങ്ങളായിട്ട് ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത്. ശ്രീപാദ് നാരദമുനി അവിടെ വരുമ്പോൾ അദ്ദേഹത്തോട് ഡയറക്ഷൻ ചോദിക്കുകയാണ്, എന്ത് ചെയ്യണം ഞങ്ങളിനി എന്നുള്ളത്. ശ്രീല പ്രഭുപാദി പറയുന്നു,
ഇങ്ങനെ ഒരു ശുദ്ധഭക്തനാവുക നാരദമുനിയുടെ ഒരു ക്വാളിഫിക്കേഷനാണ് പറയുന്നത്. നാരദമുനി ഒരു ശുദ്ധഭക്തനാവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം, അതേപോലെ ശാസ്ത്രങ്ങളിൽ പൂർണ്ണ ജ്ഞാനം, അതേപോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിരക്തി നേടിയിട്ടുള്ള ഒരാളായിരിക്കണം. അങ്ങനെയുള്ളവർക്കേ ശുദ്ധഭക്തനാവാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്കറിയാം. ശുദ്ധഭക്തരായി കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല, ഭഗവാനോടുള്ള അറ്റാച്ച്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ശുദ്ധഭക്തർക്ക് ശാസ്ത്രങ്ങളും എല്ലാം അറിയാം. എല്ലാം അവർക്കറിയാം, എന്താണ് ശാസ്ത്രം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അവർക്കറിയുന്നുണ്ടാവും. പിന്നെ 100% അല്ലെങ്കിൽ അപാര വിശ്വാസമായിരിക്കും അവർക്ക് ഭഗവാനിലും ഭക്തിമാർഗത്തിലും, അല്ലേ? അങ്ങനെയുള്ളവർക്ക് ശുദ്ധഭക്തരുടെ ക്വാളിറ്റീസാണ് അതൊക്കെ. അപ്പോൾ നാരദമുനി അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹം വരില്ല. ശിലപ്രഭാത് എടുത്തു പറയുന്നു വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇങ്ങനെയുള്ള ശ്രീപാദ് നാരദമുനിയെ പോലുള്ള ശുദ്ധഭക്തർ അവരാണ് നമ്മളെപ്പോലുള്ള അന്ധരായിട്ടുള്ളവർ. നമ്മളെല്ലാവരും അന്ധരാണ് ശരിക്കും. ജ്ഞാനമില്ല, അറിവില്ല. നമ്മൾ ഇവിടെ സുഖഭോഗങ്ങളിൽ വ്യാപൃതരായി ബിസിയാണ് നമ്മൾ എല്ലാവരും. സോ നമ്മളെപ്പോലുള്ള അന്ധർക്ക് മാർഗനിർദ്ദേശം കാണിച്ചു തരാനുള്ള വ്യക്തികളാണ് ശ്രീപാദ് നാരദമുനിയെ പോലുള്ള ശുദ്ധഭക്തർ. ശ്രീപാദ് നാരദമുനി അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോകും, അവർ പാണ്ഡവരുടെ അടുത്തേക്ക് പോകും. കാര്യം പാണ്ഡവർ ഓൾറെഡി ശുദ്ധഭക്തരാണ്. ദേവശ്രീ നാരദനാണെങ്കിൽ ഒരു ഗുരുസ്ഥാനത്ത് നിന്ന് അവർക്ക് വേണ്ട സമയങ്ങളിലൊക്കെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കാനും വേണ്ട ഉപദേശങ്ങൾ കൊടുക്കാനൊക്കെ കറക്റ്റ് ആ സമയത്ത് അദ്ദേഹം അവിടെ എത്തിയിരിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹം വരുമ്പോൾ ഇവരെ ചോദിച്ച് വേണ്ടത് എന്താണെന്ന് അദ്ദേഹത്തിൽ നിന്ന് അറിഞ്ഞ് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഇത് നമുക്കുള്ള പാഠമാണ്. ശ്രീ ഗുരുവാണ് നമ്മുടെ എല്ലാം. ശ്രീ ഗുരുവാണ് നമ്മളെ കപ്പിത്താൻ എന്നുള്ള പോലെ, കപ്പിത്താനാണ് നമ്മുടെ ലൈഫിലെ ക്യാപ്റ്റനാണ് ശ്രീ ഗുരു. ദീക്ഷാഗുരു, ശിക്ഷാഗുരു ഒക്കെ. ദീക്ഷാഗുരുവിൻ്റെ പ്രതിനിധിയാണ് ശിക്ഷാഗുരു, ഭഗവാന്റെ പ്രതിനിധിയാണ് ദീക്ഷാഗുരു. ശാസ്ത്രങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പറയുന്നു ശിക്ഷാഗുരുവും ഭഗവാന്റെ പ്രതിനിധിയാണെന്ന്. എന്താണെങ്കിലും ശ്രീ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരുന്നു. ശ്രീ ഗുരുവാണ് നമ്മളെ മാർഗനിർദ്ദേശം തന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ശ്രീ ഗുരു ഭഗവാന്റെ പ്രതിനിധി ആയതുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ നിർദ്ദേശങ്ങളെടുത്ത് പാലിക്കണം. അപ്പോൾ ശുദ്ധഭക്തർ, ഒന്നാമത് നാരദമുനിയെ പോലുള്ള ശുദ്ധഭക്തർ എന്ന് പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ഗുരുവിനെ കുറിച്ചാണ് പറയുന്നത്. സോ അവരിൽ നിന്ന് ഉപദേശങ്ങളെടുത്ത് ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് നമ്മുടെ ലൈഫിൽ നമ്മുടെ സക്സസ്സിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളെത്തില്ല. നമ്മൾ സ്വന്തം നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ സാധനം കൊണ്ടോ നമുക്ക് നേടാമെന്ന് വിചാരിക്കുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. സ്വപ്നം മാത്രമായിരിക്കും അത്. അങ്ങനെ നടക്കില്ല, തീർച്ചയായിട്ടും നടക്കില്ല. ഭഗവാന് കൃപ തോന്നണം. ഭഗവാന്റെ കൃപയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഭഗവാന്റെ കൃപ തോന്നണമെങ്കിൽ, അദ്ദേഹത്തിന് അത് ഭഗവാൻ ആ അനുഗ്രഹം തരണമെന്ന ആഗ്രഹം ഭഗവാന്റെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മുടെ ആത്മാർത്ഥത ആവശ്യമുണ്ട്. കൂട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ മാർഗനിർദ്ദേശം ഫോളോ ചെയ്തുകൊണ്ട്, ശ്രീ ഗുരുവിൻ്റെ ആജ്ഞ പാലിച്ചുകൊണ്ട്, ശ്രീ ഗുരുവിനെ സേവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. അത് ഉറപ്പാണ്, വേറെ വഴിയില്ല. നാരദമുനി നല്ലൊരു എക്സാമ്പിളാണ്. അദ്ദേഹം എപ്പോഴൊക്കെയാണോ പാണ്ഡവർക്ക് ആവശ്യമുള്ളത്, അവർ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത്, ആ സമയത്ത് നാരദമുനി കറക്റ്റായിട്ട് അവിടെ എത്തും. ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് കറക്റ്റായിട്ട് അദ്ദേഹം അവിടെ എത്തുന്നു, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു അദ്ദേഹത്തോട്, എന്താണ് ചെയ്യേണ്ടത്, പറഞ്ഞു തരൂ, അങ്ങ് പറഞ്ഞു തരൂ ഓ ഭഗവാൻ, ഓ നാരദമുനി, ഓ കപ്പിത്താൻ കർണധാര, അങ്ങ് പറഞ്ഞു തരൂ എന്ത് ചെയ്യണമെന്നുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 41ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജായ്, ജഗദ്ഗുരു ശില പ്രഭുപാദ് की जय, गौड़ीय गुरु वृंद की जय, शिला गुरुदेव की जय, निताय गौर प्रेमानंदे. थैंक यू.